ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏവരും ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു ആസ്റ്റൺ വില്ലയും ആഴ്സണലും തമ്മിലുള്ള മത്സരം. ഇതിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടുണ്ട്. 1-നെതിരെ 4 ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ലയെ അവർ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, വലിയ ഒരു അപരാജിത കുതിപ്പൊക്കെ നടത്തി വരികയായിരുന്നു ആസ്റ്റൺ വില്ല. എന്നാൽ അവരുടെ കുതിപ്പിന് തടയിടാൻ ഇപ്പോൾ ആഴ്സണലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. പക്ഷെ രണ്ടാം പകുതിയിൽ ഗോൾ മഴ പെയ്യുകയായിരുന്നു. 48-ാമത്തെ മിനിറ്റിൽ ഗബ്രിയേലാണ് ആദ്യ ഗോൾ കണ്ടെത്തിയത്. കോർണർ കിക്കിൽ നിന്നും പതിയെ ഒരു ഹെഡർ ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. പിന്നീട് 52-ാമത്തെ മിനിറ്റിൽ മാർട്ടിൻ സുബിമെൻഡിയുടെ ഒരു ഗോൾ പിറന്നു. അതിനുശേഷം 69-ാമത്തെ മിനിറ്റിൽ ലിയാൻഡ്രോ ട്രൊസാർഡിന്റെ ഒരു ഗോൾ പിറന്നു. കിടിലൻ ഷോട്ടിലൂടെയായിരുന്നു അദ്ദേഹം ഗോൾ നേടിയിരുന്നത്. പിന്നീട് 78-ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ ജീസസ് ആഴ്സണലിന് വേണ്ടി 4-ാമത്തെ ഗോൾ നേടുകയായിരുന്നു. നല്ല ഒരു ഫിനിഷിംഗ് ആയിരുന്നു ജീസസിൽ നിന്നും. അങ്ങനെയാണ് ആഴ്സണൽ വിജയം ഉറപ്പിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഒല്ലി വാറ്റ്കിൻസ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഒരു ഗോൾ നേടി എന്നുള്ളതാണ്. 1-നെതിരെ 4 ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ലയെ ഇപ്പോൾ ആഴ്സണലിൽ പരാജയപ്പെടുത്തിയത്. എമി മാർട്ടിനസിന് ഇന്നലത്തെ മത്സരത്തിൽ 4 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെൽസിക്ക് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ബേൺമൗത്താണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. 2 ടീമുകളും 2 ഗോളുകൾ വീതം നേടുകയായിരുന്നു. ആദ്യം ബേൺമൗത്ത് ലീഡ് കണ്ടെത്തി. എന്നാൽ പിന്നീട് കോൾ പാൽമർ പെനാൽറ്റിയിലൂടെ തിരിച്ചടിച്ചു. അതിനുശേഷം എൻസോ ഫെർണാണ്ടസിന്റെ ഒരു ഗോൾ പിറക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു ലീഡിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 27-ാമത്തെ മിനിറ്റിൽ ബേൺമൗത്ത് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ആദ്യ പകുതിയിൽ തന്നെ ഇങ്ങനെ 4 ഗോളുകൾ ആകെ പിറന്നിരുന്നു. രണ്ടാം പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല. അങ്ങനെ സമനിലയിൽ കലാശിക്കുകയായിരുന്നു മത്സരം. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡും സമനില വഴങ്ങിയിട്ടുണ്ട്. അതായത് 27-ാമത്തെ മിനിറ്റിൽ സിർക്സിലൂടെ യുണൈറ്റഡ് ലീഡ് കണ്ടെത്തി. പക്ഷെ 45-ാമത്തെ മിനിറ്റിൽ വോൾവ്സ് തിരിച്ചടിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2 ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത്. ഇനി പ്രീമിയർ ലീഗിലെ പോയിന്റ് പട്ടികയിലേക്ക് വരുമ്പോൾ 1-ാം സ്ഥാനത്ത് ആഴ്സണലാണ്. 19 മത്സരങ്ങളിൽ നിന്ന് 45 പോയിന്റ് അവർക്കുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി 18 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയാണ്. 19 മത്സരങ്ങളിൽ നിന്ന് 39 പോയിന്റുകൾ. 4-ാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു. 32 പോയിന്റുകളാണ് അവർക്കുള്ളത്. ചെൽസിക്ക് 30 പോയിന്റും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 30 പോയിന്റും ഉണ്ട്. അവരാണ് 5-ാം സ്ഥാനത്തും 6-ാം സ്ഥാനത്തുമായിക്കൊണ്ട് വരുന്നത്. ഇനി ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിന്റെ മത്സരം ഉണ്ടായിരുന്നു. എതിരാളികൾ അൽ ഇത്തിഫാഖ് ആയിരുന്നു. ക്രിസ്ത്യാനോ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. പക്ഷെ അൽ നസറിനും സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. 2 ടീമുകളും 2 ഗോളുകൾ വീതം നേടുകയായിരുന്നു. മത്സരത്തിന്റെ 16-ാമത്തെ മിനിറ്റിൽ ഇത്തിഫാക്കിന് വേണ്ടി വൈനാൾഡം ഗോൾ കണ്ടെത്തി. എന്നാൽ 47-ാമത്തെ മിനിറ്റിൽ ജാവോ ഫെലിക്സിലൂടെ അൽ നസർ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. പിന്നീട് 67-ാമത്തെ മിനിറ്റിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറക്കുന്നത്. ജാവോ ഫെലിക്സിന്റെ ഒരു ഷോട്ട് വരുന്നു. അത് ക്രിസ്ത്യാനോയുടെ ദേഹത്ത് തട്ടി ഡിഫ്ലക്റ്റഡ് ആയിക്കൊണ്ടാണ് അത് ഗോളായി മാറിയിട്ടുള്ളത്. ക്രിസ്ത്യാനോയുടെ പേരിൽ തന്നെയാണ് ഗോൾ ഉള്ളത്. പിന്നീട് 80-ാമത്തെ മിനിറ്റിൽ വൈനാൾഡം ഒരു ഗോൾ തിരിച്ചടിച്ചു. അങ്ങനെയാണ് 2 ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ അൽ നസർ തന്നെയാണ് 1-ാം സ്ഥാനത്ത് വരുന്നത്. 11 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.